ഭയങ്കര ഒരു മോശം സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാലഘട്ടമായിരുന്നു. ഈ കഴിഞ്ഞ ഒരു 1, 2 വർഷം. ഞാനത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ എന്ത് ചെയ്താലും ഐ ഫീൽ നം. എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞില്ലേ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാല് പലർക്കും പല രീതിയിലായിരിക്കാം. എനിക്ക് ഭയങ്കര കരച്ചിലുണ്ട്. എന്നാൽ ഞാൻ ചില സമയങ്ങളിൽ കരയുന്നില്ല. ഭയങ്കര എംപ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുക എനിക്ക്. ഒന്നും ചെയ്യാനില്ല. എപ്പോഴും ഉറങ്ങണം. ഉറങ്ങി, ഉറങ്ങി, ഉറങ്ങി തീർക്കുമ്പോൾ തന്നെ ഞാൻ ഓക്കെ എനിക്കൊന്നും ചിന്തിക്കാനില്ലല്ലോ എന്നുള്ളൊരു ഫീല്. നമുക്ക് വിശപ്പില്ല, ദാഹമില്ല, ഒന്നിനും തോന്നാത്തൊരു സമയമായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ കുറേ വട്ടം ആലോചിച്ചിട്ടുണ്ട് ഇവനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലോ എന്നൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പം ഞാൻ ഭയങ്കര വൾണറബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ ഞാൻ ഈ പറയുന്ന വ്യക്തി എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നാൽ എനിക്ക് ചിലപ്പം ആ ഒരു ബോണ്ട് ഉണ്ടാവാനോ എനിക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് ഇത് വേണ്ട, സെറ്റ് ആവില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഒരു രാത്രി എനിക്ക് തോന്നി ചിലപ്പോ ഇവൻ എൻ്റെ ലൈഫിലേക്ക് വന്നാൽ ഞാൻ കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആയി ഫീൽ ചെയ്തേക്കാം. കാരണം എന്നോട് ഒരുപാട് ആൾക്കാർ പറയാനും തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ, ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ മേ ബി നിന്റെ ലൈഫിൽ വളരെ വലിയ മാറ്റങ്ങൾ ഇത് എന്നാലും എന്നോട് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഹരിചന്ദനത്തിലെ നിരഞ്ജൻ ഉണ്ണിമായോട് കാണിച്ചതിനേക്കാൾ കടുപ്പം. ഈടെ പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയ ഒന്നിലും നമ്മളെ ഒന്നും പെടില്ലല്ലോ അല്ലേ? ഏതെങ്കിലും ഒരുത്തി തലയെ തൂങ്ങുമെന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അപ്പൊ ചാടിക്കളയും. പിന്നെ വേറൊന്ന് ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. അതങ്ങനെ കഴിവുള്ള പലരുടെയും കഴിവുകൾ മറ്റുള്ളവർ കാണുന്നില്ലല്ലോ. ഉദാഹരണത്തിന് എന്റെ കഴിവ് ഞാൻ ഇതുവരെ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ സിംഗിൾ ആണ്. He is single and bachelor and still looking for girls. You cheat! You bloody cheat! Still? Yeah. Okay. അതെ, സൗകര്യം കിട്ടുമ്പോ ആ സംഭവം എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഒരു സ്റ്റോറിയുടെ എലമെന്റ് എനിക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. സദാചാരബോധമില്ലാത്ത ഇത്തരം സ്ത്രീകളും അവരെ നോക്കി പല്ലിളിച്ചു കാട്ടി അരിയാട്ടുന്ന ചില കോന്തന്മാരുമാണ് ഈ നാടിന്റെ ശാപം. ഇപ്പോൾ ഗബ്രിക്ക് ജാസ്മിനെ അറിയത്തേ ഇല്ല. ജാസ്മിൻ എന്ന വ്യക്തിയെ ഈ ലോകത്ത് എവിടെയും വെച്ച് ഗബ്രി കണ്ടിട്ടില്ലാത്ത പോലെയാണ് പല ഇന്റർവ്യൂകളിലും ഇരുന്ന് ഘോരം വാദിക്കുന്നത്. ഞാൻ ഭയങ്കര ഒരു മോശം സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ ഒരു 1, 2 വർഷം. ഞാൻ തിയറീസ് വെച്ചാ പറഞ്ഞു. എന്റെ തിയറികളൊന്നും തെറ്റാറില്ല. അവനെ രക്ഷിക്കാൻ പോയിട്ട് അവസാനം കുട്ടിയുടെ തിയറിയും തെറ്റി കൈക്കുഞ്ഞുമായിട്ട് കയറി വരരുത്. എനിക്ക് ഭയങ്കര കരച്ചിലുണ്ട്. എന്നാൽ ഞാൻ ചില സമയങ്ങളിൽ കരയുന്നില്ല. പിന്നെ DNA ടെസ്റ്റ് എന്ന് പറഞ്ഞു ഇവിടെ കൊടി പിടിക്കാൻ വരരുത് പറഞ്ഞേക്കാം. ആ ബന്ധം മുമ്പോട്ട് പല രാജ്യങ്ങളിൽ കൂടെ ഒഴുകുന്നത് നമ്മൾ കണ്ടതാണ്. തായ്ലൻഡ്, റഷ്യ, അങ്ങനെ നിങ്ങൾ എല്ലായിടത്തും ഒരുമിച്ച് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ രണ്ടുപേരും കൂടി ആദമവൻ കളിക്കുക. വിലക്കപ്പെട്ട പാവയ്ക്കാൻ പൊട്ടിച്ചാവോ. സൗഹൃദമല്ല, എന്നാൽ പ്രണയമല്ല. ഇതിന്റെ ഇടയിലുള്ള എന്തോ ആണെന്നാണ് നിങ്ങൾ തന്നെ നിർവഹിച്ചുകൊണ്ടിരുന്നത്. അയ്യോ നാരായണൻ കുട്ടി, അതൊരു പ്രത്യേക സുഖമല്ലേ, എല്ലാവർക്കും കിട്ടൂല്ലാതെ. അതിന് ഭാഗ്യം ചെയ്യണം. ഗബ്രി പല ആൾക്കാരെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുന്നത് പോലെ ഇപ്പോൾ ജാസ്മിനെയും എടുത്തു കളയാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് അവരുടെ താളം വിടുന്നു. അറിയിടാ, നമ്മളൊക്കെ ചുമ്മാ ഡയലോഗേ വിടൂ, ജീവിതത്തിൽ കാണിക്കൂല. സത്യം. പണ്ടുണ്ടായിരുന്ന ഒരുമിച്ചുള്ള വ്ലോഗുകളോ പണ്ടുണ്ടായിരുന്ന ഒരുമിച്ചുള്ള സെൽഫികളോ സ്റ്റോറികളോ ഒന്നും നമുക്കിപ്പോ കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു ബിഗ് ബോസിലായപ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു വാക്ക് കൊണ്ടെല്ലാം അങ്ങോട്ട് അവസാനിച്ച്. ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയിട്ടുള്ള അവസ്ഥ എന്തായിരുന്നു? സോഷ്യൽ മീഡിയ അങ്ങോട്ട് ഇളക്കി മറിച്ചിരുന്ന്. ഇപ്പം എല്ലാം കഴിഞ്ഞ് ശാന്തായി. വീണ്ടും വേറെ കയറി. അപ്പോഴേ പറഞ്ഞതെല്ലാവരും ഇതിങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ കേട്ടില്ല. എന്ത് ചെയ്യും ഗൈസ്, എന്ത് ചെയ്യും? നൈസായിട്ട് ജാസ്മിനടുത്ത് തേച്ച് ഗബ്രി ഓൻ്റെ തട്ടി സേഫാക്കി. അപ്പോൾ ഇപ്പം കണ്ടിരുന്ന് നമ്മളാണോ പൊട്ടന്, അതുപോലെ നമ്മളെ പൊട്ടൻ കളിപ്പിക്കുകയാണോ? അല്ല, ഓലാണോ പൊട്ടന്? ഇപ്പം എന്താണെന്നുള്ള എനിക്ക് മനസ്സിലാണില്ല. ഇനി എന്തായാലും ഓരോ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? എന്തൊക്കെയാണ് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നത്.
എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൽ ആ സീസണിൽ ബിഗ് ബോസ് ആ പ്ലാറ്റ്ഫോം ഏറ്റവും കൂടുതൽ ജാസ്മിനെ വിറ്റായിട്ടും ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഓളെ മാത്രം കേന്ദ്രീകരിച്ച് ഓളെ കണ്ടൻറ്റുകൾ എൻ്റെ റബ്ബ് എന്തൊക്കെയായിരുന്നുല്ലേ. പക്ഷെ കപ്പ് ലാസ്റ്റ് കിട്ടിയോ അതങ്ങ് കിട്ടിയോല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു ബിഗ് ബോസിൽ ആ ഒരു സീസണിൽ ജാസ്മിനായിരിക്കും കപ്പ് കൊടുക്കേണ്ടിയിരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ട്രോൾ ഇറങ്ങിയതും എല്ലാം കൊണ്ടും നേരിട്ടത് ജാസ്മിനാണ്. പക്ഷെ ഒക്കെ കിട്ടിയില്ല. എന്ത് ചെയ്യും ഗൈസ്. എന്തായാലും ഗബ്രിൻ്റെ സിസ്റ്റർ കല്യാണത്തിനൊക്കെ എന്തൊക്കെയായിരുന്നു, എല്ലാം കഴിഞ്ഞു ശാന്തമായി. ഇനി ജാസ്മിൻ്റെ വഴിക്ക്, ഗബ്രിക്ക് ഗബ്രിൻ്റെ വഴി. അതാണ്. എന്തായാലും ഗൈസ്, കർമ്മ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതായിരിക്കും. തിരിച്ചടികൾ എങ്ങനെ കിട്ടും. എന്തായാലും ഇനി അടുത്ത എയറിൽ കയറി, ഇപ്പോൾ എയറിലാണ്, എയറിന്ന് ഇറങ്ങിയില്ലല്ലോ. ഇനിയിപ്പോൾ അടുത്ത എയറിൽ എപ്പോഴാണ് കയറുക എന്നുള്ള അറിയൂല. എപ്പോഴെങ്കിലും കയറായിരിക്കൂലേ. അല്ല, അടുത്തന്നെ കയറും. അത് അധികം ദൂരമൊന്നുമില്ല കയറാൻ വേണ്ടിയിട്ട്. എന്തായാലും ആ എയറിലും വേണ്ടി ഇനി അടുത്ത കാത്തിരിപ്പ്.